ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചക്ക കൊണ്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇതിനു വേണ്ടിയിട്ട് 20 ചക്കച്ചോളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുന്നതാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ചുകൂടി കുറവ് വേണ്ടവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒന്നാകെ ഇട്ട് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഇതേമാതിരി കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു മിക്സ്ചർ വല്ലാതെ വെള്ളം മാതിരി ആകരുത്, കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണം കേട്ടോ. വല്ലാതെ വെള്ളമായാൽ എണ്ണ നന്നായിട്ട് കുടിച്ചു പോകും. ഇതിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇത് കോരി ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതേമാതിരി ഒരു സ്പൂൺ വെച്ച് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മറുവശവും ഒരു 3 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഈ അടുത്ത ബാച്ചും ഇതേമാതിരി തന്നെ തയ്യാറാക്കിയെടുക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണിത് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ആരെങ്കിലും പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.